ഹലോ പ്രഭാകര, ഞാൻ അശോകനാ സംസാരിക്കുന്നത്. എടോ, താൻ ആ ബാറ്ററി മാറ്റിയില്ലേ? മാറ്റിന്നോ? എന്നിട്ടാണോ വണ്ടി ഇപ്പം നടു റോഡിൽ നിന്ന് പോയത്? മാറ്റിയെങ്കിൽ എങ്ങനെയാണോ നിൽക്കുന്നേ? എടോ, എനിക്കിപ്പോൾ ഇവിടെ നിന്ന് പോകണം. തന്നെ കൊണ്ട് ഞാൻ വേഗം വണ്ടി അയക്കേ. ഞാനിപ്പോൾ എം ജി റോഡിലാ. ഒന്ന് വേഗം അയക്കണം. എടാ തെണ്ടി, എന്തെങ്കിലും പറ്റിയോ മോളെ? ഇല്ല, ഒന്നും പറ്റില്ല അങ്കിൾ. എന്തിനാ ഒറ്റയ്ക്ക് വന്നത്? എന്റെ വീടിവിടെ അടുത്താ. ശരി, സൂക്ഷിച്ചു പോ മോളെ. ഹലോ മോളെ, ഒന്ന് നിന്നേ. നിന്റെ ഷർട്ടിന്റെ പുറയിൽ എന്തോ ഇരിക്കുന്നു. ആ വൃത്തിയിടവൻ ചാണകം തെച്ചിട്ടാണല്ലോ പോയത്. നിനക്കവനെ അറിയോ മോളെ? എനിക്കറിയില്ല. താഴെയുണ്ട് മോളെ, കുറച്ചുകൂടെ താഴെ. ആ കണ്ണാടിയിൽ നോക്കി തുടക്കി മോളെ. സാറേ, ഒരു ഫോണുണ്ട്. ആരാ? എനിക്കറിയില്ല, സാറിനെ വിളിക്കാൻ പറഞ്ഞു. പേര് ചോദിച്ചോ? പേരൊന്നും ഞാൻ ചോദിച്ചില്ല സാർ. ഇത് പ്രിയയുടെ നമ്പറാണല്ലോ. അല്ല സാർ, ഒരാണാ വിളിച്ചത്. ഹലോ ബോസാറാ? നിങ്ങളാരാ? പ്രിയയുടെ ഫോൺ എങ്ങനെ നിങ്ങളുടെ കയ്യിൽ വന്നത്? ഞാൻ പറയുന്നത് സമാധാനമായിട്ട് കേൾക്കണം. ഇടയ്ക്ക് കയറി സംസാരിക്കണ്ട. തനിക്കൊരു മോളുണ്ടല്ലോ, അവൾ എൻ്റെ അടുത്തുണ്ട്. ദീപം, ഒരു നിമിഷം, നീ വയ്ക്കോ. ആരോടാ സംസാരിക്കുന്നേ? എൻ്റെ ഒരു കൂട്ടുകാരനാ, നീ വയ്ക്കോ. ഹലോ, ഞാൻ പോലീസിലൊന്നും പോകുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കണം. തന്റെ മോൾ ഇവിടെ ഉണ്ട്. അവിടെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നത്. ഫോൺ അവളുടെ തന്നെയാണ്. പക്ഷെ അവൾ നിങ്ങളുടെ അടുത്തുണ്ടെന്ന് എനിക്ക് അങ്ങനെ അറിയാം. ഇവിടെ ഉണ്ട്, ഉറക്കവാ. എന്താ, ഉറക്കമാണെന്നോ? എനിക്കിപ്പോൾ തന്നെ സംസാരിക്കണം. നിങ്ങൾ പറഞ്ഞ് എന്തും കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ എനിക്ക് എൻ്റെ മോളോട് സംസാരിക്കണം. ദയാ, തന്തയ്ക്ക് അവളോട് സംസാരിക്കണമെന്ന്. അവൾ ഇപ്പോഴൊന്നും എണീക്കില്ല. എണീക്കാൻ കുറച്ച് വൈകും. ബോസാറേ, ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്തെങ്കിലും തരികട കാണിക്കാൻ നോക്കിയാ പെണ്ണ് കാണുകയല്ല. എന്താടാ നീ ചിരിക്കുന്നത്? എന്തിനാടാ ചിരിക്കുന്നത്? ഒരു ചതി തോന്നുന്നില്ലേ? ഫോൺ എവിടെയാ സാർ? ചേട്ടാ, ഡിവൈസ് ഫിക്സ് ചെയ്തേ. ഓക്കെ, ഐ എം കാർത്തിക്. വാട്ട് യു ഹാവ് ഡൺ ഈസ് എ വെരി ബ്രേവ് തിങ്. സാർ, ഫോൺ വന്നാൽ എന്താ പറയേണ്ടത്? മോസ്റ്റ്ലി നിങ്ങളുടെ മകൾക്ക് ക്ലോറോഫോം കൊടുത്തിട്ടായിരിക്കും മയക്കിയിട്ടുണ്ടാവുക. കോൺഷ്യസ് ആവാൻ എങ്ങനെയും 2 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ അവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കും. സംസാരിക്കണം, മകളോട് സംസാരിക്കണമെന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. റാൻസം ചോദിക്കും. 10 lakhs, 20 lakhs. ഇപ്പൊ പറ്റില്ല എന്ന് പറഞ്ഞോളൂ. ഒരു 2 days സമയം ചോദിക്കൂ. അല്ലെങ്കിൽ മകളോട് സംസാരിച്ചാലേ തരുമെന്ന് പറയൂ. നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ സംസാരിച്ചാലേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. സത്യം വരുന്നുണ്ട്. മനസ്സിലായോ? ധാരാളം സംസാരിക്കണം. ഓക്കെ. വൈഫ് എവിടെ? സിസ്റ്ററുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ചേട്ടാ, സെൽഫോൺ എല്ലാം ഓഫ് ചെയ്തോളൂ. സെൽഫോൺ ഓഫ്. റെഡിയാണല്ലോ? ഹലോ ഹലോ.
സാർ ഹലോ, തന്റെ മോള് നല്ല ഉറക്കത്തിലാ. താൻ ഉടൻ തന്നെ ഇതുവരെ ഉണർന്നില്ലേ? എന്റെ മോക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചിട്ടില്ല. നാളെ രാവിലെ എനിക്ക് എന്റെ മോളോട് സംസാരിക്കണോ? അല്ല, പറ്റില്ല. ഹാ. എന്താ പറഞ്ഞേ? ബോസേ, അവിടെ ബെല്ലടിക്കുന്ന ആരുടെ ഫോണാ? അത് എന്റെ വൈഫിന്റെ ഫോണാ. വൈഫിന്റെ കൊടുക്ക. വൈഫ് അനീറ്റയുടെ വീട്ടിൽ പോയതാ. അനിയത്തിയുടെ വീട് എവിടാ? ഇവിടെ അടുത്ത് തന്നെയാ. ആ, ഒന്ന് വയ്ക്കേ. എടാ ഞോണ്ടി, എന്തോ ഒരു പെശകുണ്ടല്ലോ. ദേ, എന്താ ചെയ്യണ്ടേ? ഹലോ ഹലോ, കട്ട് ചെയ്തല്ലോ സാറേ. സാർ എന്നോട് ക്ഷമിക്കണം. സോറി സാർ, സോറി. പ്ലേ ചെയ്തേ. എന്റെ മോൾക്ക് എന്താ പറ്റിയേ? തന്റെ മോക്കൊന്നും സംഭവിച്ചില്ല. നാളെ രാവിലെ 6 മണിക്ക്. എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം. അല്ല, പറ്റില്ല. സാർ എന്നോട് രണ്ടാമത് സംസാരിച്ച അതേ ശബ്ദം, എന്നോട് 10 ലക്ഷം ചോദിച്ച അതേ വോയിസ്. Sir Karthik, we just identified the voice, sir. Yes, sir. Same gang. ഇനിയും റാൻസം ചോദിച്ചിട്ടില്ല സാർ. ഞാൻ വിളിക്കാം സാർ. ഓക്കെ, താങ്ക് യു സാർ. സത്യ, അങ്ങനെ വിളിച്ചോണ്ട് പോയിക്കോളൂ. സാർ, യെസ്. ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് സാർ. വാട്ട്? ഹലോ. ആ, അയ്യോ അയ്യോ, അച്ഛന്റെ പൊന്നു മോളെ, എന്റെ മോളെ, മോളെ. ഹലോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത്. ഞാൻ അറിയാതെ പോലീസിന്റെ അടുത്ത് പറഞ്ഞു പോയതാണ്. പ്ലീസ് പ്ലീസ് സാർ, ഞാൻ പോലീസിന്റെ അടുത്ത് പറഞ്ഞ് തെറ്റാണ് സാർ. പ്ലീസ് സാർ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുത് സാർ. സ്പീക്കറിലൂടെ സർ, സ്പീക്കറിലിടാൻ പറയുന്നു സർ. ഇതെങ്ങനെയാ സാർ ഇടുന്നത്? സ്പീക്കറിലിട്ടോ? ഇട്ട് സാർ. പോലീസ് പിള്ളേരെ, നീക്കെന്താ വലിയ പുള്ളികളാ? നിന്നെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നാളെ രാവിലെ 10 ലക്ഷം രൂപ എടുത്ത് കളമശ്ശേരിക്ക് അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ വരണം. താൻ കൂടെ പോലീസുകാരെയും കൂട്ടിക്കൊണ്ടുവന്ന മോളെയും കിട്ടുകയല്ല, താനും കാണുകയല്ല. You got it? ലോകമാണ് സാർ. ലോകം എവിടെയാടാ? ഹലോ, ലോകു, എന്താ എടാ, എന്താ എന്ത് പറ്റി? വെള്ള ട്രൗസർ ഇടേണ്ടി വരുവടാ. നമ്പർ അടിച്ച ട്രൗസർ ഇടേണ്ടി വരുവടാ. എടാ, എന്താ കാര്യം പറഞ്ഞു തൊലക്കടാ. എടാ, എന്റെ ഷെഡിൽ പോലീസ് റെയ്ഡ് ചെയ്യുന്നടാ. തോക്കൊക്കെ ഉണ്ടാ അവന്മാരുടെ കയ്യില്. അയ്യോ, എനിക്ക് വയ്യ. നീ എന്താടാ പറയുന്നേ? തെളിയിച്ച് പറ. നീ ഒന്നും മിണ്ടാതിരി. 13 പെമ്പിള്ളേരെയാ പൊക്കിയത്. ഒരു പെണ്ണിന് 1 വർഷം വെച്ച് നോക്കിയാൽ 13 വർഷം ഞാൻ അകത്ത് കിടക്കണം. അതിൽ 8 എണ്ണം റേപ്പ്. എടാ, അവസാന നിമിഷം കമ്പി അഴി എണ്ണി ചാകേണ്ടി വരുമല്ലോടാ. അയ്യോ ദയാ, ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എടാ,
അവനെന്താ നഷ്ടപ്പെടാനാ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി അവൻ ബീഹാറിന് പോവുകയല്ലേ? അവൻ അവിടെ ആളുണ്ട്. നമ്മൾ രണ്ടുപേരും ഇവിടെ കിടന്ന് ചാകുന്നേ. അയ്യോ കൊല്ല എന്നെ കൊല്ല എന്താ എന്നെ കൊല്ലാനാ പറഞ്ഞേ. ഇവിടെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുന്നല്ലോ പറഞ്ഞേ. വെടിവെക്ക്. എടാ വിടറാ, നിന്നെ ഞാൻ എന്തിനാ വെടിവെക്കുന്നേ? എന്റെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞേ. ഡാ, എന്താ പ്രശ്നം? ഇത് എടുക്കടാ. ഇപ്പൊ എന്താ പ്രശ്നം? പോലീസ് അത് ഈ തോക്കോ? തോക്കെടുക്കടാ. ഇപ്പൊ പ്രശ്നം തീർന്നോ? നമ്മുടെ ജോലിക്ക് എല്ലാം പ്രശ്നങ്ങളാ. പേടിച്ചെല്ലാം തീരോ? ചിന്തിക്ക്, നന്നായി ചിന്തിക്ക്. ഇല്ലേ മിണ്ടാതിരുന്നോണം, ഞാൻ ചിന്തിച്ചോളാം.